സർ, ഈ മമ്മൂട്ടിയുടെ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമലയിലെത്തി മമ്മൂട്ടിക്ക് വേണ്ടി പൂജയൊക്കെ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങ് പറയുകയാണ് മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണ്, ഇനി തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും നമ്മൾ നോക്കണ്ട, ഇത് തന്നെയാണ് എന്നങ്ങ് സോഷ്യൽ മീഡിയ തറപ്പിച്ച് പറയുകയാണ്. നാളെ ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ കുടുംബമോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷനിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ എന്താകും ഇതിന്റെ നിയമവശം? കാരണം ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആർക്കും ഇടപെടാനുള്ള അധികാരമില്ല. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിൽ ഞാൻ കണ്ടത് ഒരു ഓൺലൈൻ മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഒരു ദിവസം ചെയ്തു. ആ വാർത്ത 1 മില്യൺ അടിച്ചു ഒറ്റ ദിവസം കൊണ്ട്. പിറ്റേ ദിവസം അതേ രീതിയിൽ തമ്പിൽ മാത്രം ചേഞ്ച് നടത്തി അതേ കാര്യങ്ങൾ തന്നെ പിറ്റേ ദിവസം കൊടുത്തിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ വാർത്ത അവസാനം വരെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലല്ലേ അത് അവസാനം ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ മമ്മൂട്ടി കോടതിയെ സമീപിച്ചാൽ ഇത്തരം വ്യാജ വാർത്തകൾ പറയുന്നവർക്ക് എന്ത് നടപടിയാകുന്നുണ്ടാകുന്നത്? തന്നെ ഇതിനകത്തിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇപ്പം റിപ്പോർട്ടർ ചാനലിലെ അരുൺ ഇന്നലത്തെ എക്സ്ക്ലൂസീവായിട്ട് വളരെ ആധികാരികമായി പറഞ്ഞത് മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ ഒരു വലിയ വഴിപാട് മോഹൻലാൽ നടത്തി, അതിൻ്റെ രസീത് പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ടർ ഇത് ലൈവായി മറ്റാർക്കും കിട്ടാത്ത ദൃശ്യം ഞങ്ങളുടെ പ്രവീൺ പുരുഷോത്തമൻ ദേ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ ഓൺലൈൻ മീഡിയ അല്ല. ഓൺലൈൻ മീഡിയയെക്കാട്ടിൽ ഇത് ആദ്യം തുടക്കി വെക്കുന്നത് ഓൺലൈൻ മീഡിയ ആയിരിക്കും, പേരുദോഷം ഓൺലൈൻ മീഡിയയ്ക്ക് ആയിരിക്കും. പക്ഷെ മറ്റുള്ളവരാണ് ഇതിനെ കുറച്ചുകൂടി ഹൈപ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഇതിനെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കോ ഊഹാപോഹങ്ങളിലേക്കോ ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകളോ കൊടുത്തു കഴിഞ്ഞാൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരത്തില്ല എന്ന് അടുത്ത കാലത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ തന്നെ വ്യക്തമായ വിധിന്യായങ്ങൾ നിലനിൽക്കെ സംഭവിക്കുമോ സംഭവിക്കുന്നില്ലയോ എന്നുള്ളത് മറുചോദ്യം. പക്ഷേ മമ്മൂട്ടിയുടെ കുടുംബമോ മമ്മൂട്ടിയോ ഇതിനകത്ത് നിയമ നടപടിക്ക് പോയാൽ ഇത് വെച്ച് ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് ഇതിൻ്റെ ആധികാരികത ഉറപ്പിച്ചവരെല്ലാം കോടതിയിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നോക്കൂ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ മമ്മൂട്ടിയുടെ രോഗവിവരത്തെ സംബന്ധിച്ച് ഒരു ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്? ഏതെങ്കിലും ഡോക്ടറുടെ ഏതെങ്കിലും ഹോസ്പിറ്റൽ റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഏതെങ്കിലും ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞിട്ടാണ്? നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് യേശുദാസ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പ്രചരിച്ചു. ആ വാർത്തയും ഒരുപാട് പേര് ഫോളോ ചെയ്യുകയും ആ വാർത്തയെ വായിച്ച് ഒരുപാട് പേര് നൊമ്പരപ്പെടുകയും ചെയ്തു. കാരണം ഗാനഗന്ധർവനാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അമേരിക്കയിൽ പോയപ്പോൾ എന്തെല്ലാം പറഞ്ഞു. ഇപ്പം ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ കാലാവധി പോലും പൂർത്തിയാക്കില്ല, പകരം വേറെ മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ടി വരും. പകരം മുഖ്യമന്ത്രി ആര്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരെ പരിഗണിക്കും? പക്ഷേ ഇതൊക്കെ പലപ്പോഴും ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നതും. ഇത്തരത്തിൽ ഈ വാർത്തകൾ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പലപ്പോഴും പല വാർത്തകളും പടച്ചുവിടും. ചില വാർത്തകൾ തുടക്കത്തിൽ വരുന്ന വാർത്തകൾ ആധികാരികതയും ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ ഇത്തരത്തിൽ ഒരു വാർത്ത, ഒരു വ്യക്തിയുടെ രോഗവിവരത്തെ സംബന്ധിച്ചുള്ള വാർത്ത, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ പോലും ഒരു വ്യക്തിയുടെ രോഗത്തെ സംബന്ധിച്ചുള്ളത് വരത്തില്ല. അപ്പം നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചാൽ, ആ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാൽ, ആ ഹോസ്പിറ്റലിൽ നമ്മൾ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ പോലും ആ വ്യക്തിയുടെ അത് ഈസിയായിട്ട് കിട്ടുന്ന ഒരു രാജ്യമല്ല നമ്മുടേത്. അപ്പം വിവരാവകാശത്തിൻ്റെ പരിധിയിൽ പോലും നിയന്ത്രണങ്ങളുള്ള ഒരു രോഗത്തെ സംബന്ധിച്ച് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്, ഇതിനെ മാധ്യമ സ്വാതന്ത്ര്യം എന്നല്ല പറയേണ്ടത്. ഇതിനെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കുറച്ച് പേര് ഇതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയും ഇതിനെ ഒരു വാർത്തയുടെ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഇത് വളരെ ലൈവായി ഇത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഇത് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ 74 വയസ്സുള്ള മനുഷ്യനാണ്. നമ്മൾ പലപ്പോഴും സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ കുറഞ്ഞ പക്ഷം ഈ മനുഷ്യൻ്റെ പ്രായവും ഈ മനുഷ്യൻ്റെ 40 വർഷക്കാലം ഇത്രയും കാലം മലയാളത്തിൽ എത്രയോ അനശ്വരമായ കഥാപാത്രങ്ങൾ
അദ്ദേഹത്തിന് സ്വന്തം പ്രയത്നം കൊണ്ടാണ്, അദ്ദേഹത്തെ ആരും വളർത്തി വലുതാക്കിയൊന്നുമല്ല, അയാൾ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അഭിനയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. എല്ലാ നടന്മാരും അങ്ങനെ ആണെങ്കിൽ പോലും ഈ പ്രായത്തിലും ഇങ്ങനെ വളരെ മെയ്വഴക്കത്തോടെ വളരെ ഓരോ അംഗചരണങ്ങളിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ട് പുതിയ ചെറുപ്പക്കാരായിട്ടുള്ളവരെ കണ്ടെത്തി അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ അങ്ങോട്ട് പോയി അവരെ സമീപിച്ച് അത്തരത്തിൽ ഒരുപാട് ത്യാഗങ്ങളിൽ കൂടി വളർന്നു വന്ന ഒരു മഹാനടനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് മലയാളി കാണിക്കുന്നത് ഒരുതരം ധാർമ്മിക മൂല്യച്യുതിയാണ്. കാരണം നമുക്ക് മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. മലയാളികൾക്ക് എപ്പോഴും ഈ സ്വകാര്യതയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടം, ഇക്കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന വിഭാഗം മലയാളികളാണ്. ഇത് സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് ഈ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിലപ്പോൾ അവരതിനെ ചോദ്യം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. ഇനി അദ്ദേഹത്തിന് അസുഖമാണെന്നിരിക്കട്ടെ, ആണെങ്കിൽ തന്നെ ഈ വ്യക്തിയുടെ സ്വകാര്യതയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിനെ ഇത്രയും കൂടുതൽ ഇത്രയും വാർത്തയിൽ കൂടി അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ കൊല്ലാക്കൊല ചെയ്യുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗമില്ലാത്ത മനുഷ്യനെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായില്ലായിരിക്കാം. ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്കറിയാം എത്രയോ പ്രമുഖരുടെ മരണങ്ങൾ മരിക്കുന്നതിന് 2 വർഷം മുമ്പ് വരെ മരിച്ചു എന്ന്, 3 വർഷം മുമ്പ് ഒരു പ്രമുഖ വ്യക്തിയെ മരിച്ചു എന്ന് വാർത്ത ചാനലുകൾ കൊടുത്തതിന് ശേഷം പിന്നെയും അദ്ദേഹം 4 വർഷക്കാലം ജീവിച്ചിരുന്നു. എന്നാൽ മരിച്ചു ഇപ്പം ജയലളിത, തമിഴ്നാട് മുഖ്യമന്ത്രി, നമ്മളൊക്കെ കേൾക്കുന്നത് നമുക്ക് പലപ്പോഴും ആധികാരികമല്ലെങ്കിൽ പോലും അവർ മരണമടഞ്ഞതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അവരുടെ മരണം തോഴിയും മറ്റും പുറത്തു വിട്ടത്. പക്ഷേ ആ സംസ്ഥാനത്തിലുള്ളവർ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മര്യാദ കാണിച്ചു. കാരണം തമിഴ്നാട്ടുകാർക്കൊരു ആരാധനയും ഭക്തിയും ഒക്കെ അവരുടെ അമ്മയാണ്. അവരുടെ അമ്മയിൽ ഒരിക്കലും ഒരു കച്ചവട താല്പര്യം അവർ കാണിക്കത്തില്ല. പക്ഷെ നമ്മൾ മലയാളികൾ അങ്ങനെയല്ല. നമുക്ക് മെഗാസ്റ്റാറാണ്, നമുക്ക് സൂപ്പർ ഹീറോയാണ്, എന്നാൽ പോലും നമുക്ക് അവിടെ നമ്മുടെ ഒരു തനി മലയാളികൾ ഒരുപാട് ഗുണങ്ങളും മലയാളികൾ ഒരുപാട് കഴിവുള്ളവരാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ മലയാളികളെ വെല്ലാൻ ആരുമില്ല എന്നുള്ളതാണ്. കേസ് കൊടുത്താൽ പെടും. ഇതുപോലെയാണ് ഈ ഹണി റോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു ഡബിൾ മീനിങ് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരും കേസ് കൊടുത്തത്. കാരണം അവരെന്ത് ധരിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നാട്ടുകാരല്ല. സാർ, ഇത് മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു വാർത്ത എടുത്തു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നമ്മളെ ഏറ്റവും മോശമായി പറയുന്ന, അതായത് നമ്മളെ സെക്ഷുവലായി പോലും നമ്മൾ ഉപയോഗിച്ച തരത്തിൽ പറയുന്ന വാക്കുകളാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ തെറി മാത്രം പറയുന്ന ഒരു ലേഡി ഇരുന്നിട്ട് നമ്മളെയൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് തന്നെ ചിലപ്പോൾ ഇവക്കെതിരെ കേസ് കൊടുത്ത് ഇനി അവളെ വലുതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളാരും എൻ്റെ പുറകെ പോവില്ല. സത്യത്തിൽ ഇവർക്കെതിരെ ഒന്ന് കേസ് എടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള കേസുകൾ കൊടുക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള അവകാശങ്ങൾ, ഈ അനാവശ്യമായ വാർത്തകൾ പടച്ചുവിടുകയും അനാവശ്യമായ വ്യക്തികളെ വിവാദങ്ങളിൽ കൊണ്ടെത്തിക്കുകയും വ്യക്തികളെ പറ്റി തേജോവധം ചെയ്യത്തക്ക രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് അറിയാത്തവരാണ് പലപ്പോഴും നമ്മൾ പലരും. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ അടുത്ത സമയത്ത് ഒരു പ്രമുഖ നടിയുടെ വിഷയം തന്നെ പറഞ്ഞു. ആ നടിയെപ്പറ്റി അടുത്ത സമയത്തായിട്ട് അവരെപ്പറ്റി വലിയ വാർത്തകളൊന്നും പടച്ചു വിടുന്നില്ല. കാരണം ഒരാൾ ജയിലിലും പോയി, ഒരാളുടെ പേരിൽ ഒരു കേസുമായി. ഈ രണ്ടും വന്നവരുടെ അവർ രണ്ടുപേരും ഇവർക്ക് ഈ കേസിനെ ഭയമില്ലാത്തവരുണ്ടോ? സുബ്രഹ്മണ്യസ്വാമിയായിരുന്നു നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിലും വക്കീലന്മാരിലും ഒക്കെ ഏറ്റവും ഭയം. കാരണം സുബ്രഹ്മണ്യസ്വാമി എല്ലാത്തിൻ്റെയും പഴുത് വിനിയോഗിച്ചുകൊണ്ട് കേസ് കൊടുക്കും. അപ്പം നിയമപരമായി നേരിടേണ്ടതിനെ നിയമപരമായി നേരിടണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായി നേരിട്ടാൽ ഒരു പരിധിവരെ ഇതിനെ തടയിടാൻ പറ്റും.